So, hi everyone, welcome to Adrenaline. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ടിംപാനിക് മെംബ്രെയിൻ ആണ്. ആൻഡ് ഇത് ഒരു ഷോർട്ട് നോട്ട് ആയിട്ടാണ് ചോദിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ മെയിനായിട്ടും പറയുന്നത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ സെക്ഷൻ ഉണ്ട്. ദെൻ അതിൻ്റെ സർഫസസ്, പാർട്സ്, അതായത് അതിൻ്റെ ലെയേഴ്സായിട്ട് നമ്മൾ പറയുന്നുണ്ട്. ആർട്ടീരിയൽ സപ്ലൈ, വീനസ് ഡ്രെയിനേജ് ആൻഡ് നെർവ് സപ്ലൈ ഇത്രയാണുള്ളത്. സോ നമുക്കറിയാം ടിംപാനിക് മെംബ്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയർ ഡ്രം ആണ്. ആൻഡ് ഇറ്റ് ഈസ് എ തിൻ സെമി ട്രാൻസ്പെരമെൻറ്റ് മെംബ്രെയിൻ ആൻഡ് ഇറ്റ് divides or separate the external acoustic meatus or the external ear from the middle ear. Middle ear name external ear അല്ലെങ്കിൽ external acoustic meatusനും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു സെമി ട്രാൻസ്പെറൻറ്റ് മെംബ്രെയിൻ ആണ്. അതിൻ്റെ ഒരു ഓവൽ ഷേപ്പാണ്. അതിൻ്റെ ലെങ്ത് പറഞ്ഞിട്ട് 9 to 10 മില്ലിമീറ്ററും വിഡ്ത്ത് 8 to 9 millimeter ആണ്. ആൻഡ് ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഒബ്ലിഗലി മേക്കിംഗ് ആൻ ആംഗിൾ ഓഫ് 55 degree വിത്ത് ദി ഫ്ലോർ ഓഫ് ദി എക്സ്റ്റേണൽ അക്വസ്റ്റിക് മിയാറ്റസ്. ഒരു എക്സ്റ്റേണൽ അക്വസ്റ്റിക് മിയാറ്റസിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു 55 ഡിഗ്രി ആംഗിളിൽ വെച്ചിട്ടാണ് നമ്മൾ ഇതിരിക്കുന്നത്. ദ ടിംപാനിക് മെംബ്രെയിൻ ഫേസസ് ഡൗൺവേർഡ് ആൻഡ് ഫോർവേഡ് ആൻഡ് ലാറ്ററലി ആസ് തോ ടു ക്യാച്ച് ദ സൗണ്ട്സ് റിഫ്ലക്റ്റഡ് ഫ്രം ദ ഗ്രൗണ്ടിൽ നിന്നും പുറത്തു നിന്നൊക്കെ ആയിട്ടുള്ള സൗണ്ട് ക്യാച്ച് ചെയ്ത് നമ്മുടെ ഇന്നർ ഇയറിലേക്കും മിഡിൽ ഇയറിലേക്കൊക്കെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇറ്റ് ഈസ് tilted about an angle 55 degree with the floor of the external acoustic meatus and it faces downward, forward and laterally. Okay. ഇനി എൻ്റെ സ്ട്രക്ചറാണ്. ഇത് 3 ലെയേഴ്സിലായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ലാറ്ററൽ ടു മീഡിയൽ ഓർ ഫ്രം ഔട്ട്സൈഡ് ടു ഇൻസൈഡ് ഇറ്റ് ഈസ് അറേഞ്ച്ഡ് ആസ് ഔട്ടർ ക്യൂട്ടിക്കുലർ ലെയർ. അതായത് ഫസ്റ്റ് കാണുന്നത് സ്കിന്നാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മിഡിൽ ഫൈബറസ് ലെയറാണ്. ഉള്ളിൽ മ്യൂക്കോസൽ ലെയറാണ്. നമ്മൾ ഇൻഡസ്ട്രീൻ്റെയൊക്കെ സ്ട്രക്ചർ പറയുന്ന പോലെ ഉള്ളിൽ ഏറ്റവും ഇന്നർ പോർഷനിലെ മ്യൂക്കസ് ലെയറാണ്. സോ ഫസ്റ്റ് സ്കിൻ ക്യൂട്ടിക്കുലർ ലെയർ, രണ്ടാമത് ഫൈബറസ് ലെയർ, മൂന്നാമത് മ്യൂക്കോസൽ ലെയർ. അപ്പോൾ എന്താ ക്യൂട്ടിക്കുലാർ, ഫൈബറസ് ആൻഡ് മസ്കുലാർ ലെയർ CFM. ഓക്കെ. സോ ഔട്ടർ ക്യൂട്ടിക്കുലാർ ലെയർ ഓഫ് സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയം. സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയമാണ് ഔട്ടർ ക്യൂട്ടിക്കുലാർ ലെയർ വിച്ച് ഈസ് കണ്ടിന്യൂസ് വിത്ത് ദ സ്കിൻ ലൈനിങ് ദി എക്സ്റ്റേണൽ അക്വസ്റ്റിക് മിയാറ്റസ്. അതായത് നോക്കൂ, ഏറ്റവും ഔട്ടർ മോസ്റ്റ് പോർഷൻ നമ്മൾ പറഞ്ഞു ക്യൂട്ടിക്കുലാർ ലെയറാണ്. ഈ ക്യൂട്ടിക്കുലാർ ലെയർ വന്നിട്ട് നമ്മുടെ ബാക്കി എക്സ്റ്റേണൽ അക്വസ്റ്റിക് മിയാറ്റസിൻ്റെ സ്കിന്നുമായിട്ട് കണ്ടിന്യൂ ചെയ്ത് വന്നേക്കുകയാണ്. ഓക്കെ. ദെൻ മിഡിൽ എന്താണ്? ഫൈബ്രസ് ലെയർ ആണ്. ഓക്കെ. ഈ ഫൈബ്രസ് ലെയർ എൻക്ലോസസ് ദി ഹാൻഡിൽ ഓഫ് ദി മാലിയസ്. ഇറ്റ് കണ്ടെയ്ൻസ് ദ ഔട്ടർ റേഡിയേറ്റിംഗ് ആൻഡ് ഇന്നർ സർക്കുലാർ ഫൈബേഴ്സ്. ഔട്ടർ റേഡിയേറ്റിങ്ങും ഇന്നർ സർക്കുലാറും ഔട്ടർ റേഡിയേറ്റിംഗ് ആയിട്ടുള്ള ഫൈബേഴ്സ് ആണുള്ളത്. ഓക്കെ. മൂന്നാമതായിട്ട് ഇന്നർ ലെയർ എന്താണ്? മ്യൂക്കോസൽ ലെയർ ലൈൻഡ് ബൈ കൊളുമിനാർ എപ്പിത്തീലിയം. ഇവിടെ എന്താണ്? സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയം ആയിരുന്നു. ഇവിടെ കൊളുമിനാർ എപ്പിത്തീലിയമാണ്. ഇതെന്ത് ചെയ്യും? കണ്ടിന്യൂസ് വിത്ത് ദ മ്യൂക്കോസൽ ലൈനിങ്. ഇതാണ് നമ്മുടെ മ്യൂക്കോസൽ ലെയർ. ഇതെന്ത് ചെയ്യും? നമ്മുടെ മിഡിൽ ഇയറിൻ്റെ മ്യൂക്കോസൽ ലൈനിങ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യും. ഇവിടെ സ്കിന്ന് കണ്ടിന്യൂ ചെയ്യുന്ന പോലെ. സോ ഔട്ടർ ക്യൂട്ടിക്കുലർ ലെയർ ആണ്. അതെന്ത് ചെയ്യും? പിന്നെ നമ്മുടെ സ്കിന്നായിട്ട് എക്സ്റ്റേണൽ അക്വസ്റ്റിക് മിയാറ്റസിൻ്റെ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഓഡിറ്ററി മിയാറ്റസിൻ്റെ സ്കിന്നായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു. അത് കഴിഞ്ഞുള്ളത് ഫൈബറസ് ലെയറാണ്. ഫൈബറസ് ലെയർ എൻക്ലോസസ് ദി എന്താണ്? ഹാൻഡിൽ ഓഫ് ദി മാലിയസ്. പിന്നെ ഇറ്റ് കണ്ടെയ്ൻസ് ഔട്ടർ റേഡിയേറ്റിംഗ് ആൻഡ് ഇന്നർ സർക്കുലാർ ഫൈബേഴ്സ്. പിന്നെ ഏറ്റവും ഇന്നർമോസ്റ്റ് ലെയർ മ്യൂക്കോസൽ ലെയർ എന്ന് പറഞ്ഞു. സോ മ്യൂക്കോസൽ ലെയർ ഇറ്റ് ഈസ് ലൈൻഡ് ബൈ കൊളുമിനാർ എപ്പിത്തീലിയ ആൻഡ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് വിത്ത് ദ മ്യൂക്കോസൽ ലെയറിംഗ് ഓഫ് ദി മിഡിൽ ഇയർ. അത്രയേ ഉള്ളൂ. ഓക്കെ. ഓക്കെ, ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. അപ്പോൾ outer cuticular layer of stratified squamous epithelium, middle fibrous layer and inner mucosal layer lined by columnar epithelium. ഇനി എൻ്റെ പാർട്സ് ആണ്. 2 പാർട്ടാണുള്ളത്. പാർട്സ് ടെൻസ ആൻഡ് പാർട്സ് ഫ്ലാസിഡ. സോ ഫസ്റ്റ് പാർട്സ് ടെൻസ. ഇറ്റ് ഫോംസ് മോസ്റ്റ് ഓഫ് ദി ടിംപാനിക് മെംബ്രെയിൻ. ടിംപാനിക് മെംബ്രെയിൻ്റെ മെജോറിറ്റിയും ഈ പാർട്സ് ടെൻസയാണ്. ഇറ്റ്സ് പെരിഫറി ഈസ് തിക്കൻഡ് ടു ഫോം എ ഫൈബ്രോ കാർട്ടിലേജിനസ് ലിംബ്
റിം കോൾഡ് ആനുലസ് ടിംപാനിക്കസ്. ഇതിൻ്റെ പെരിഫറി കുറച്ച് തിക്കായിരിക്കുകയാണ്, ഒരു ഫൈബ്രോ കാർട്ടിലേജിനസ് റിം ആയിട്ട് അതിൻ്റെ പെരിഫറി തിക്ക് ചെയ്തിരിക്കുകയാണ്. സോ ആ ഒരു പോർഷനെയാണ് നമ്മൾ ആനുലസ് ടിംപാനിക്കസ് എന്ന് വിളിക്കുന്നത്, വിച്ച് ഫിറ്റ്സ് ഇൻ ടു ദ ടിംപാനിക് സൾക്കസ്. ദ ഫൈബ്രോ കാർട്ടിലേജിനസ് റിം പ്രസൻസ് എ നോച്ച്, അപ്പോൾ അതിനകത്തൊരു നോച്ചും ഉണ്ട്. ഫ്രം ദ മാർജിൻ ഓഫ് ദ നോച്ച്, ഈ നോച്ചിൻ്റെ മാർജിൻസിൽ നിന്ന് ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ മാലിയോളർ ഫോൾസ് in mucous membrane of tympanic cavity pass to gain attachment into the lateral process of the malleus. അപ്പോൾ ലാറ്ററൽ മാലിയസിൻ്റെ ലാറ്ററൽ പ്രോസസ്സിലേക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ മാലിയോലാർ ഫോൾഡ് ഓഫ് മ്യൂക്കസ് മെംബ്രെയിൻ ഈ നോച്ചിൽ നിന്നും പോകുന്നുണ്ട്. നോച്ചിൻ്റെ മാർജിൻസിൽ നിന്നാണ് പോകുന്നത്. ഓർത്ത് വയ്ക്കാൻ പറ്റുമെങ്കിൽ പോയിൻറ്റ്സൊക്കെ ഓർത്ത് വയ്ക്കുക, അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാത്രം ഓർത്താൽ മതി. സോ ദ ഹാൻഡിൽ ഓഫ് ദ മാലിയസ് ഈസ് ഫേംലി അറ്റാച്ച്ഡ് ടു ദി ഇന്നർ സർഫസ് ഓഫ് ദി പാർട്സ് സെൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ മാലിയോള ഫോൾഡ് നമ്മുടെ ഈ ലാറ്ററൽ പ്രോസസ് ഓഫ് മാലിയസും നോച്ചുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, രണ്ടാമത്തേതാണ് പാർട്സ് ഫ്ലാസിഡ ഓർ ഷ്രാപ്സ്നെൽസ് മെംബ്രെയിൻ. ഇതൊരു ട്രയാങ്കിൾ ഏരിയ ആണ് എബോവ് ദ ലാറ്ററൽ പ്രോസസ് ഓഫ് ദി മാലിയസ് ബിറ്റ്വീൻ ദി ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ മാലിയോളാർ ഫോൾഡ് ഓർ മാലിയൽ ഫോൾഡ്. അപ്പോൾ നമ്മളിവിടെ ഈ ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ മാലിയോളാർ ഫോൾഡ് നോച്ചും ലാറ്ററൽ പ്രോസസ് ഓഫ് മാലിയസും തമ്മിലൊരു കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. സോ ഈ ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ ഫോൾഡിൻ്റെ ഇടയിൽ കാണുന്ന ഒരു ട്രയാങ്കുലർ ഏരിയ ആണ് പാർട്സ് ഫ്ലാസിഡ. ഈ പാർട്ട് തിന്നാണ്, ലാക്സ് ബിക്കോസ് ഇൻ്റർമീഡിയറ്റ് ഫൈബറസ് ലെയർ ഹിയർ ഈസ് റീപ്ലേസ്ഡ് ബൈ ഏരിയോളാർ ടിഷ്യൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു 3 ലെയർ ഉണ്ടെന്ന് പറഞ്ഞു, ക്യൂട്ടിക്കുലാർ, മിഡിൽ ഫൈബറസ് ആൻഡ് ഇന്നർ മ്യൂക്കോസൽ. ഈ മിഡിൽ ഫൈബറസ് ലെയർ ഇവിടെ എന്തായിട്ട് മാറിയിരിക്കുകയാണ്? മിഡിൽ ലൂസ് ഏരിയോളാർ ടിഷ്യൂ ആയിട്ട് മാറിയിരിക്കുന്നതുകൊണ്ട് നല്ല തിൻ ആൻഡ് ലാക്സ് ആണ്. സോ ദിസ് ഈസ് അബൌട്ട് ദ 2 പാർട്സ്, പാർട്സ് ടെൻസ ആൻഡ് പാർട്സ് ഫ്ലാസിഡ. പാർട്സ് ടെൻസയിൽ മെജോറിറ്റി പാർട്ടും പാർട്സ് ടെൻസയാണ്. ദെൻ അതിൻ്റെ പെരിഫറി തിക്കൻഡ് ടു ഫോം എ ഫൈബ്രോ കാർട്ടിലേജിനസ് റിം കോൾഡ് ആനുലസ് ടിംപാനിക്കസ്. അവിടെ നോച്ച് ഉണ്ട്, ആ നോച്ചും ലാറ്ററൽ പ്രോസസ് ഓഫ് ദി മാലേസും തമ്മിലൊരു അറ്റാച്ച്മെൻറ്റ് ത്രൂ എന്താണ് ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ മാലിയോളാർ ഫോൾഡ്. ആൻഡ് പാർട്സ് ഫ്ലാസിഡ എന്ന് പറയുന്നത് ഈ ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ ഫോൾഡിൻ്റെ ഇടയിൽ കാണുന്നൊരു ട്രയാങ്കുലർ സ്പേസ് ആണ്. ആൻഡ് ദിസ് പാർട്ട് ഈസ് thin and lax as intermediate fibrous layer is replaced by loose areolar tissue. In a surface നമുക്കറിയാം lateral surface ഉണ്ട്, medial surface ഉണ്ട്. So lateral surface of the tympanic membrane എന്താണ്? കോൺകേവ് ടുവേർഡ്സ് ദ മിയാറ്റസ്, അതായത് പുറത്തേക്ക് അത് കോൺകേവ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈസ് കോൺകേവ് ടുവേർഡ്സ് ദ മിയാറ്റസ് ആൻഡ് തിക്കൻഡ് ഡൗൺവേർഡ്സ് ഫോർവേഡ് ആൻഡ് ലാറ്ററലി. ദെൻ മീഡിയൽ സർഫസ് ഈസ് കോൺവെക്സ്. മീഡിയൽ സർഫസ് എന്താണ്? അതായത് ഉള്ളിലെ പോർഷൻ കോൺവെക്സ് ആണ്. ഇതാണ് നമ്മൾ പറയുന്നത്. ലാറ്ററൽ സർഫസ് എന്ന് പറയുന്നത് എന്താണ്? കോൺകേവ് ടുവേർഡ്സ് ദി മിയാറ്റസ് ആൻഡ് മീഡിയൽ സൈഡ് ഈസ് കോൺവെക്സ് ആൻഡ് ബൾജസ് ടുവേർഡ്സ് ദ മിഡിൽ ഇയർ. ഇവിടെ നമ്മുടെ ട്യൂബും ഇവിടെ മിഡിൽ ഇയറുമാണ്. സോ ട്യൂബിൻ്റെ അവിടെ നോക്കുമ്പോൾ കോൺകേവ് ആണ്, മിഡിൽ ഇയറിൻ്റെ അവിടെ നിന്ന് നോക്കുമ്പോൾ കോൺവെക്സ് ആണ് ആൻഡ് ബൾജസ് ടുവേർഡ്സ് ദി മിഡിൽ ഇയർ. ദ പോയിന്റ് ഓഫ് മാക്സിമം കോൺവെക്സിറ്റി ഈസ് കോൾഡ് അംബോ. Okay, this surface receives the attachment of the malleus up to the center of the membrane. Here the handle of the malleus is crossed medially by chorda tympani, which runs forward between the fibrous and the mucosal layer at the junction of the parts flacida and the parts tensa. So ഇതൊക്കെ പറ്റുമെങ്കിൽ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് ആർട്ടീരിയൽ ആൻഡ് വീനസ് ഡ്രെയിനേജ് ആൻഡ് സപ്ലൈ ആണ്. സോ ആർട്ടീരിയൽ സപ്ലൈ എന്ന് പറയുന്നത് ഔട്ടർ സർഫസും ഇന്നർ സർഫസിനും 2 സപ്ലൈ ആണ്. സോ ഔട്ടർ സർഫസ് ഈസ് സപ്ലൈഡ് ബൈ ഡീപ്പ് ഓറിക്കുലാർ ആർട്ടറി, ബ്രാഞ്ച് ഓഫ് ഫസ്റ്റ് പാർട്ട് ഓഫ് മാക്സിലറി ആർട്ടറി.
ഡീപ്പ് ഓറിക്കുലർ ആർട്ടറി തിരിഞ്ഞു പോകാണ്ട് നോക്കുക. ഓക്കെ, ഇന്നർ സർഫസ് എന്താണ്? രണ്ട് സപ്ലൈ ഉണ്ട്, ആൻറ്റീരിയർ ടിമ്പാനിക് ആർട്ടറി, പോസ്റ്റീരിയർ ടിമ്പാനിക് ആർട്ടറി. ഇത് ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ ടിമ്പാനിക് ആർട്ടറി ആണെങ്കിലും രണ്ടിൻ്റെ ബ്രാഞ്ചാണ്. സോ ആൻറ്റീരിയർ ടിമ്പാനിക് ആർട്ടറി ഈസ് ദ ബ്രാഞ്ച് ഓഫ് ഫസ്റ്റ് പാർട്ട് ഓഫ് മാക്സിലറി ആർട്ടറി ആസ് സിമിലർ ടു outer surface supply. Posterior tympanic artery is a branch of stylomastoid artery arising from the posterior auricular artery. Clear? So deep outer surface and supply is by deep auricular artery, branch of first part of maxillary artery, and inner surface is supplied by anterior tympanic artery, part of first part of maxillary artery, and posterior tympanic artery, branch from stylomastoid artery arising from the posterior auricular artery. Venous drainage, outer surface from external jugular vein, inner surface drain into transverse sinus and pterygoid venous plexus. Okay. Nervous supply, anterior half of the lateral surface-നും medial surface-നും രണ്ട് സപ്ലൈ ആണ്. സോ അതിൻ്റെ ലാറ്ററൽ സർഫസിൽ തന്നെ ആൻറ്റീരിയർ ഹാഫ് എന്ന് പറയുന്നത് സപ്ലൈഡ് ബൈ ഓറിക്കോടെമ്പറൽ നെർവാണ്. പോസ്റ്റീരിയർ ഹാഫ് ഓഫ് ലാറ്ററൽ സർഫസ് ബൈ ഓറിക്കുലർ ബ്രാഞ്ച് ഓഫ് വേഗസ് നെർവ്. മീഡിയൽ സർഫസ് ബൈ ടിമ്പാനിക് ബ്രാഞ്ച് ഓഫ് ഗ്ലോസോഫാരിഞ്ചിയൽ ത്രൂ ടിമ്പാനിക് പ്ലെക്സസ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ അതിൻ്റെ ഒരു സ്ട്രക്ചർ. 3 ലെയറായിട്ട് നമ്മൾ പറയുന്നു. രണ്ട് പാർട്ടുണ്ട്, പാർട്സ് ടെൻസ ആൻഡ് പാർട്സ് ഫ്ലാസിഡ, 2 സർഫസ് ലാറ്ററൽ ആൻഡ് മീഡിയൽ. അതിൻ്റെ ആർട്ടീരിയൽ സപ്ലൈ, വീനസ് ഡ്രെയിനേജ്, നെർവസ് സപ്ലൈ. സോ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ.